ചോദിച്ച് മനസ്സിലാക്കും. എന്തിനായിരിക്കും? ഡോക്ടറുടെ കാര്യം പറഞ്ഞാൽ മതി. വഴി കിടന്ന ഞാൻ കൊടുത്ത് വിളിച്ചത് എന്തിനായിരിക്കാം പേരും പണങ്ങളൊക്കെ വാങ്ങിച്ചു വെക്കുന്നത്? അങ്ങനെ കിട്ടുന്ന ആൾ എന്ത് ചെയ്യും? നമ്മുടെ ദേശത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെ വിളിച്ച് കാര്യങ്ങൾ തന്നെ അന്വേഷിക്കും. എന്താണെന്നറിയാൻ വേണ്ടിയിട്ട്. നിങ്ങളെ സാക്ഷിയാക്കും അല്ലെങ്കിൽ കോടതിയിലേക്ക് കൊണ്ടുപോകും ഒന്നും ചെയ്യില്ല. അങ്ങനെ ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്ന ആ നല്ല പ്രവൃത്തിക്ക് സംസ്ഥാന ഗവൺമെന്റ് ഇവിടെ നിന്നുള്ള സാറെന്ത് ചെയ്യും? ഒരു റിപ്പോർട്ട് തയ്യാറാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ 5000 രൂപ അവർക്കൊരു സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ ആഴ്ച കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി ഒരു പുതിയ പ്രഖ്യാപനം കൂടി നടത്തിയിട്ടുണ്ട്. വഴിയിൽ ആക്സിഡന്റ് ആയിട്ട് കിടക്കുന്ന ആളുകളെ അവരെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്ന വ്യക്തികൾക്ക് 25,000 രൂപ വരെ കൊടുക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. നടപ്പിലായിട്ടില്ല, പ്രഖ്യാപിച്ചു കഴിഞ്ഞു അദ്ദേഹം. അപ്പൊ നമ്മുടെ ആരെങ്കിലും ബന്ധുക്കളാണെന്നുണ്ടെങ്കിലോ നമ്മൾ നോക്കിയത്. അപ്പൊ ഓരോ ജീവനും വിലപ്പെട്ട അത് മനസ്സിലാക്കിയിട്ടുണ്ട്. അപകടം ഉണ്ടാകാതിരിക്കട്ടെ. ഈ സാഹചര്യം എല്ലാവരും ഹെൽമെറ്റ് വെച്ച് തന്നെ വണ്ടി കൊടുക്കുക. അത് ഞങ്ങളുടെ പെറ്റി കേസ് കിട്ടാൻ വേണ്ടി ഞങ്ങൾക്ക് ആശുണ്ടാക്കാൻ പറ്റുന്നില്ല. നമ്മുടെ നിയമം പാലിച്ച് ഞാൻ വാഹനം ഓടിക്കുകയുള്ളൂ എന്നുള്ള ചിന്തയോട് കൂടിയിട്ട് ഓടുന്നുണ്ടെങ്കിൽ ആർക്കും വല്ല കുഴപ്പമുണ്ടോ? ഹെൽമെറ്റ് വെക്കണം, ചിൻ സ്ട്രോക്ക് ഇട്ടിട്ട് വേണം പോകാനായിട്ട്. നമ്മൾ എന്ത് ചെയ്യും? ചട്ടി പോലെ ഒരു സാധനം കണ്ട് തമത്തി വെക്കും പോലീസിനെ പറ്റിക്കാനായിട്ട്. ഒരു സെക്രട്ടറി നമ്മൾ നേരെ തിരിച്ചുകൊണ്ട് പോവുകയും ചെയ്യും. ഇതാണ് നമ്മൾ കാണിക്കുന്ന കാട്ടാഴ്ച.